ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ല അരി കഴുകി അരി ഊറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അത് അടിക്കുന്ന സമയത്ത് കുറച്ച് ചോറും കുറച്ച് തേങ്ങയും ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ച ആ അരി ഉണ്ടല്ലോ, അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി വെള്ളം വാർന്നിട്ട് വേണം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഒട്ടും വെള്ളം പാടില്ല. പിന്നെ മാത്രമല്ല, നമ്മൾ കഴുകിയിട്ട് വേണം അരി വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനാവശ്യമുള്ള ശർക്കരയും കൂടി മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഒരു 3-4 ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ശർക്കര എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓവർ വെള്ളമൊന്നും വേണ്ട, കുറച്ച് ശർക്കര ഒന്ന് മുങ്ങാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളമൊക്കെ മതി. എന്നിട്ട് ഈ വെള്ളത്തിലാണ് നമ്മളെ പച്ചരി അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പച്ചരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മിക്സിയിലേക്ക്. ഇനി വേണ്ടത് 2 ഏലക്കായ്. ഏലക്കായുടെ ചുവ ഇഷ്ടമുള്ളവരാണെങ്കിൽ 2-3 ഒക്കെ ചേർക്കാം. ഇവിടെ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ 2 ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് നല്ല ജീരകം കേട്ടോ, ചെറിയ ജീരകമല്ലേ, അത് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് മൈദപ്പൊടിയാണ് കേട്ടോ. മൈദ 1 ഗ്ലാസ്, ഞാനെടുത്ത അരിക്ക് പാകത്തിനാണ് ഞാൻ മൈദ ചേർത്തിട്ടുള്ളത്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, ഒരു കണക്ക് എന്ന് പറയാനൊന്നുമില്ല, നമ്മളൊരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളിനി ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം, നന്നായി തണുക്കുകയും വേണ്ട എന്നാൽ നല്ല ചൂടും വേണ്ട. അതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഞാനിത് മിക്സിയിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അരിയും തേങ്ങയൊക്കെ ഇട്ട ആ മിക്സിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ ഒരു വെള്ളവും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഈ ശർക്കര വെള്ളം മാത്രമാണ് ഇതിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തത്. അതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരയ്ക്കുന്ന സമയത്തിന് നന്നായിട്ടെന്ന് പറഞ്ഞത് ഒന്ന് അരച്ചെടുക്കുക എന്നാണ്. കുറച്ച് തരിയൊക്കെ ഉണ്ടായിക്കോട്ടെ, ഓവർ സ്പൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ട, കുറച്ച് തരിയോട് കൂടി വേണം നമ്മളെ മാവ് കിട്ടാനായിട്ട്. അപ്പം നന്നായി അരയ്ക്കേണ്ട, എന്നാൽ അത്യാവശ്യം അരിയും വേണം. നമ്മൾ കയ്യിലിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു തരി ഉള്ളത് പോലെ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ടിതാ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെച്ചേക്കാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഓവർ ടൈറ്റ് ആവും വേണ്ട, എന്നാൽ ഒരുപാട് ലൂസാകുകയും വേണ്ട കേട്ടോ. ഇനി അതിലേക്ക് വേണ്ടത് ഇത് കറുത്ത എള്ളാണ്. പിന്നെ കുറച്ച് തേങ്ങ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. തേങ്ങാക്കൊത്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, കാരണം അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇനി അത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യാണ്. അപ്പോൾ നമ്മൾ നെയ്യപ്പത്തിലേക്ക് കുറച്ച് നെയ്യില്ലാഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നെയ്യിലാണ് ഞാൻ വറുത്തെടുക്കുന്നത്. നെയ്യിൽ വറുത്തിട്ട് നമ്മുടെ ഈ കറുത്ത എള്ളും തേങ്ങായും കൂടി ഒന്ന് ആ കളറൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ടിത് ചൂടാറിയതിന് ശേഷം, നല്ല ചൂടാറി കഴിഞ്ഞാൽ നെയ്യ് ഇങ്ങനെ കട്ടായി കിടക്കും. ജസ്റ്റ് ആ ഒരു നല്ല ചൂട് വിട്ടതിന് ശേഷം നമ്മൾ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യമൊക്കെ നല്ല ലൂസ് തന്നെ കിട്ടി. കുറച്ച് നേരം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ രാവിലെ അരച്ച് വെച്ചിട്ട് പിന്നെ വൈകുന്നേരമൊക്കെ ആയ സമയത്താണ് ഞാൻ ചുട്ടെടുത്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ തണുത്ത തേങ്ങാക്കൊത്തും കറുത്ത എള്ളും ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചൊന്ന് കളർ നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. തേങ്ങ അത്രയൊന്നും വറവ് വേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കി ആ തേങ്ങയുടെ ആ വെള്ള കളറൊന്ന് ജസ്റ്റ് ചുവപ്പായാൽ മതി. ഇതിപ്പോൾ കുറച്ച് അധികമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇരുമ്പ് ചക്കയാണ് ഇത് ചുട്ടെടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഇത് തന്നെ വെക്കുന്നതായിരിക്കും നന്നാവുക, കാരണം അടി കട്ടി ഉണ്ടാകുമ്പം നല്ല രീതിക്ക് കിട്ടും. എന്നിട്ട് ഈ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി വരണം. അതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. ഫസ്റ്റത്തതൊക്കെ ചിലപ്പോൾ ഒന്ന് പൊള്ളായി വരാനൊക്കെ കുറച്ച് ടൈം എടുക്കും. പിന്നെ ചുട്ടതൊക്കെ പിന്നെ ഏകദേശമൊക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നെയ്യപ്പൊക്കെ എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.